ഹലോ ഹായ് വെൽക്കം ടു സൈ ഹായ്. ഇന്ന് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ? അതെ, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ ഒരു റിസർച്ച് അസോസിയേറ്റ്ഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതാണ് അവരുടെ നോട്ടീസ്. നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഇതൊരു റിസർച്ചിന് എസ്പെഷ്യലി ഫോർ പെർസ്യൂയിങ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേറ്റ്ഷിപ്പാണ്. അത് നോക്കണം. ദിസ് ഫെലോഷിപ്പ് ഈസ് ഫോർ DBT റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് ഫോർ പെർസ്യൂയിങ് റിസർച്ച് ഇൻ ഫ്രോണ്ടിയർ ഏരിയാസ് ഓഫ് ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ്. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേജർ എയിം ഓഫ് ദിസ് ഫെലോഷിപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ train and nurture young researchers, scientists and critical mass of trained manpower in modern areas of biology and biotechnology field. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. അതുപോലെ പോസ്റ്റ് ഡോക് ബേസ് ഫോർ ഗ്രോത്ത് ഓഫ് ബയോടെക്നോളജി സെക്ടേഴ്സ് ഇൻ ദ കൺട്രി. മെയിൻലി ഇൻഡസ്ട്രിയലി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫെലോഷിപ്പാണ് ഇത് ബേസ് ചെയ്തിട്ട് വരുന്നത്. DBT ആണ്, അതുകൂടെ നോക്കണം. ബിക്കോസ് ഇൻഡസ്ട്രിയലി എങ്ങനെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി നോക്കുന്നത്. സോ ഈ ഒരു അസോസിയേറ്റ്ഷിപ്സ് നടക്കുന്ന ഒരു ഫെലോഷിപ്പ് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോജനപ്പെടുന്നതായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ അപ്ലിക്കൻ്റ് ആരാണോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവർക്ക് PhD ഹോൾഡിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് MD അല്ലെങ്കിൽ MSc കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് മെഡിസിൻ അല്ലെങ്കിൽ റിസർച്ച് ഇൻ ബയോടെക്നോളജി ആൻഡ് ലൈഫ് സയൻസ് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വിത്ത് ഗുഡ് അക്കാഡമിക് റെക്കോർഡ്സും വേണം, അത് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമല്ല PhD കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അഥവാ PhD ഓൾറെഡി തിസിസ് സബ്മിറ്റ് ചെയ്തവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ PhD ഇല്ല ബട്ട് PhD ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒരു പറയുന്നുണ്ട്, ആ ഫെലോഷിപ്പ് കിട്ടുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല, PhD ഫിനിഷ് ആയിട്ടില്ല, MSc കഴിഞ്ഞവരാണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇത് PhD കഴിഞ്ഞവരേക്കാൾ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ആ ഫെലോഷിപ്പിൽ. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 years ഫോർ മെയിൽ ആൻഡ് 45 years ഓഫ് ഫീമെയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓൾറെഡി എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് അതിനെ ടെന്നർ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വർക്കിംഗ് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഫെലോഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്തിട്ട് ബട്ട് പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട്, പക്ഷേ ഈ ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് നിങ്ങൾ ടെന്നർ ചെയ്തിട്ട് നിങ്ങൾ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതൊരു ക്രൈറ്റീരിയ ആണ് അതിൽ. അതുപോലെ തന്നെ ഇതൊരു ടെമ്പററി ഫുൾ ടൈം അസൈൻമെൻ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ടെമ്പററി ആണ്, അത് നോക്കണം. ഒരു പീരീഡ് ഓഫ് 2 years ആനുവൽ റിന്യൂവൽ വിത്ത് തരുന്ന ഒരു ഫെലോഷിപ്പാണ്. അതുപോലെ മേ ബി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് 4 years വരെ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 22nd സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബറിൽ. പിന്നെ 3rd January ലാസ്റ്റ് ഡേറ്റ്. 2025 3rd January 5 മണി വരെയാണ് സമയം തന്നിട്ടുള്ളത്. മെയിൻ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ്സിന് ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ഫെലോഷിപ്പ് ലഭിക്കുകയുള്ളൂ. ടോട്ടൽ അവരുടെ എഡ്യൂക്കേഷൻ അക്കാഡമിക് കരിയറിൽ ഒറ്റ പ്രാവശ്യം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ID വെച്ചിട്ട് മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. പല ടൈം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആക്കി പോകുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ ഫെലോഷിപ്പ് ലഭിക്കാൻ അതിലൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലബോറട്ടറീസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇത് അപ്രൂവ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മികച്ച റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യുന്നവരാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി PhD കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അവരുടെ ഗൈഡിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ കോ ഗൈഡിൻ്റെ അണ്ടറിലോ ഈ ഫെലോഷിപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെലോഷിപ്പ് ക്യാൻ ബി അവൈലബിൾ അറ്റ് ദ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് വെർ കാൻഡിഡേറ്റ്സ് ഹാവ് ഏൺഡ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കോളേജോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പ് ലഭിക്കില്ല. സോ നിങ്ങൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സെയിം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കരുത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്ത ആ ഏരിയ തന്നെ ആയിരിക്കരുത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലബോറട്ടറി അതുപോലെ തിരഞ്ഞെടുക്കാൻ
ശ്രമിക്കുക ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. സെയിം മെൻറ്ററിൻ്റെ അണ്ടറിലും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ PhD സബ്മിറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറൊരു ഗൈഡിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ടോട്ടലി സ്വിച്ച് ചെയ്യണമെന്നാണ് ഇതിലൊരു പറയുന്ന മെയിൻ കാര്യം. ദെൻ ഒരു മെൻറ്ററിൻ്റെ അണ്ടറിൽ 2 DBT റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് ഫെലോസിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈം. അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ മെൻറ്ററായിട്ട് PIനെ സെലക്ട് ചെയ്യുന്നത് അവരുടെയും കൂടെ കുറച്ചുകൂടി നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. കാരണം അവർക്ക് ഇതുപോലെ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ അക്കാഡമിക് പൊസിഷൻസ് നിങ്ങളുടെ മെൻറ്ററെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഏത് മെൻറ്ററാണ് സെലക്ട് ചെയ്യുന്നത് അവരുടെ ഓൾറെഡി അക്കാഡമിക് പൊസിഷനിൽ ഹൈ ആയിട്ടുള്ളൊരു അക്കാഡമിക് ആണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ PhD എൻജിനീയറിംഗ് പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ് പ്രൊഫസേഴ്സിൻ്റെ ഡിസിഗ്നേഷൻ അവർ തന്നിട്ടുണ്ട് അതുപോലുള്ള പ്രൊഫസേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ റിസർച്ച് ഗ്രാൻറ്റ് ലഭിക്കുന്നതിനെ കുറിച്ചിട്ടും അവർ പറഞ്ഞു തരുന്നുണ്ട്. ആ ഗ്രാൻറ്റ് ലഭിക്കുന്നത് മൈനർ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് കണ്ടിജൻസീസ് അതുപോലെ ഡൊമസ്റ്റിക് ട്രാവൽസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് മെയിനായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഓൺലൈൻ മോഡിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓൺലി 1 ആപ്ലിക്കേഷൻ. പല മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഓൾറെഡി ഡിസ്ക്വാളിഫൈ ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. പെർട്ടിക്കുലറായിട്ടുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിലൂടെ മാത്രമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ബിക്കോസ് ഓൺലൈൻ പോർട്ടൽ മാത്രമാണ് ഇതിലൊരു വഴി എന്ന് പറയുന്നത്. പിന്നെ DBT RA ഓൺലൈൻ പോർട്ടൽ ഫുൾഫിൽ ദ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻവാലിഡ് ചെയ്ത് പോകും. അപ്പോൾ ഏതൊക്കെ ആസ്ട്രിക്കായിട്ട് തന്നിട്ടുണ്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്സ് തന്നിട്ടുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ റെഫറൻസ് ഡീറ്റെയിൽസ് വേണം, നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. റെഫറൻസ് ഡീറ്റെയിൽസ് വേണം. അതുപോലെ നിങ്ങൾ ആരെയാണ് റെഫറി ആയിട്ട് വെക്കുന്നത് ആ റെഫറി നിങ്ങൾ ഇത് സപ്പോർട്ടീവായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഇവർ ലിങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് അവർ ഫുൾഫിൽ ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ റെഫർ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ റെഫറി ആയിരിക്കണം നിങ്ങൾ അത് സെൻഡ് ചെയ്യേണ്ടത്. നിങ്ങളായിരിക്കില്ല, ആ റെഫറൻസ് ചെയ്യുന്ന ആൾ ആ ഏത് മെൻറ്ററാണോ ആളായിരിക്കണം ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസും കാര്യം സബ്മിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, കൺസെൻറ്റ് ഫ്രം ദ മെൻറ്റർ, അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇമെയിൽ വിത്ത് ലിങ്ക് ടു സബ്മിറ്റ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഷാൽ ബി സെൻഡ് ബൈ ദ അപ്ലിക്കൻറ്റ് ടു ദ ഇമെയിൽ അഡ്രസ് ഓഫ് ഓൾ ദ റെഫറീസ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് റെഫറിയാണോ വയ്ക്കുന്നത് അവർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ID അത് കറക്റ്റായിട്ടിരിക്കണം. അതുപോലെ ഫ്രെയിം ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തതിൻ്റെ എല്ലാം കറക്റ്റായി വെരിഫൈ ചെയ്തിട്ട് മാത്രം സെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുക. ദെൻ PDF കോപ്പി, റെഫറീസ് ഇത് PDF കോപ്പി നിങ്ങളുടെ LORൻ്റെ പോർട്ടൽ ത്രൂ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് അവർ പറയുന്നുണ്ട് 3rd January 2025. അത് കൺഫേം ചെയ്യുക. റെഫറി സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അവർ റെഫറി തന്നെ അത് സബ്മിറ്റ് ചെയ്യണം, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദെൻ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് സാധൂകരിച്ച് പോകുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം ഷാൽ നോട്ട് ബി സബ്മിറ്റഡ് ത്രൂ DBT പോർട്ടൽ ഷാൽ നോട്ട് ബി അക്സെപ്റ്റഡ്. നിങ്ങൾ ഈ പോർട്ടൽ ത്രൂ അല്ല ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാലും ഇത് അലോ ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഫെലോഷിപ്പിന് അലോ ചെയ്യുന്നതല്ല. ഇനി ഫർദർ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ക്വയറിക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. DBT HRD പ്രോജക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് യൂണിറ്റ്, റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി, ഫരീദാബാദ്, ഹരിയാനയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ട കോപ്പീസും കാര്യങ്ങളും സൈറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഫിൽ ചെയ്തിട്ട് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യുക. സോ ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് DBTൻ്റെ അണ്ടറിൽ നിന്നും. സോ മാക്സിമം പേരും അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.